അമ്മയോടൊപ്പം ഹോളിഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷ വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന 20ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 3ാം ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്നു മുതൽ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 2 ഘട്ടങ്ങൾ അവസാനിച്ച് 3ാം ഘട്ടം. ഈ 3ാം ഘട്ടത്തിൻ്റെ 7 ദിനങ്ങൾ 20ാം തീയതി മുതൽ ഇന്നു മുതൽ 20ാം ദിവസം മുതൽ 26ാം ദിവസം വരെ ഈ 7 ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകളിലൂടെ, ആത്മീയ വിചിന്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിച്ച് ദൈവഹിതത്തിന് സമ്മതം പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എപ്രകാരമാണ് കടന്നു വന്നതെന്നും പരിശുദ്ധ അമ്മ എങ്ങനെ തൻ്റെ സമർപ്പണം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവകൃപകളെ എങ്ങനെ ലോകത്തിന് നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകി എന്നതിനെക്കുറിച്ചുമാണ് ഈ ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന അമ്മയുടെ വലിയ മാധ്യസ്ഥം. ആ നീല മേലങ്കിയുടെ പൊതിയുന്ന സംരക്ഷണം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 20ാം ദിനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ആദ്യത്തെ വചനം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. നമുക്ക് ബൈബിൾ ഒന്ന് എടുക്കാം. ഒന്ന് അടിവരച്ചിടാം, ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം, ഒന്ന് ബുക്കിലൊന്ന് കുറിച്ചു വയ്ക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നോക്കിയേ, പരിശുദ്ധ അമ്മയുടെ കാതുകളിൽ ഗബ്രിയേൽ ദൈവദൂതൻ ദൈവത്തിൻ്റെ സന്ദേശം പറയുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അമ്മയുടെ ജീവിതത്തിലേക്ക് ഇതാ സ്വർഗത്തിൻ്റെ നന്മയുടെ സന്ദേശം ഇതാ ദൂതനിലൂടെ പകർന്നു നൽകപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അമ്മ കേട്ട സ്വർഗത്തിൻ്റെ നന്മയുടെ സന്ദേശം അമ്മയത് സ്വീകരിച്ചു. അമ്മയത് ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങി ഇതാ രക്ഷകന് ജന്മം നൽകി. രക്ഷയുടെ അനുഭവത്തിലേക്ക് ലോകത്തിലെ എല്ലാവരെയും അമ്മ കൈപിടിച്ച് നയിക്കുകയാണ്. നീ കേൾക്കുന്നതെന്തോ അത് നിന്റെ ജീവിതത്തിൽ ഇതാ കൃപയായിട്ട് മാറണമെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. പ്രിയമുള്ളവരെ, നല്ലത് കേൾക്കുവാൻ, നമ്മുടെ ചെവികളിലൂടെ നന്മയായത് കേൾക്കുവാൻ, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ, ദൈവം തൻ്റെ ദൂതനിലൂടെ അരുളി ചെയ്യുന്ന കാര്യങ്ങൾ, നന്മയുടെ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് അമ്മ മാതാവേ, ഞങ്ങളുടെ കാതുകളെ കഴുകി വിശുദ്ധീകരിച്ച് പ്രിയപുത്രൻ പറയുന്നത് കേൾക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ കാതുകളെ അമ്മ വിശുദ്ധീകരിക്കണം. നല്ലത് കേട്ട് നന്മയിൽ വളരുവാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇതാ ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ഈ ഒരു നിയോഗം ചേർത്ത് വെക്കാം, പ്രാർത്ഥിക്കാം. തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അമ്മയോടൊപ്പം ആത്മീയ ശുശ്രൂഷയുടെ അനുഗ്രഹീത ദിനങ്ങളിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുന്ന ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെല്ലാം അങ്ങ് ചേർത്ത് വെച്ച് പ്രിയമുള്ളവരെ, ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആരെയും തള്ളിക്കളയുന്നവനല്ലല്ലോ നമ്മുടെ ഈശോ. ഈ ദിവികാരുണ്യ ഈശോയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്, ഈശോയ്ക്കൊന്നും അസാധ്യമല്ല. നമ്മുടെ അമ്മയോടൊപ്പം ശുശ്രൂഷയുടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഒരുക്ക ശുശ്രൂഷയുടെ 20ാം ദിനത്തിൽ നമ്മളതിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതാ നമ്മൾ പഠിച്ച വചനം നമ്മളെ ഓർമ്മപ്പെടുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുകയാണ്. ദൈവം അമ്മയുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ കുറിച്ച് ധ്യാനിക്കുക. എനിക്ക് ദൈവകൃപ നിറഞ്ഞവളെ, പരിശുദ്ധ അമ്മയുടെ കാതുകളിൽ ദൈവദൂതൻ പറഞ്ഞതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സദ്വാർത്ത, സ്വർഗത്തിൻ്റെ ആഗ്രഹം, അതായത് ദൈവ വചനം പരിശുദ്ധ അമ്മയുടെ കാതുകളിൽ കേട്ടപ്പോൾ അമ്മ കൃപ നിറഞ്ഞവളായി തീരുക, നന്മ നിറഞ്ഞവളായി തീരുക. നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. പരിശുദ്ധ അമ്മയുടെ കാതുകളിൽ കേട്ടത് ദൈവത്തിൻ്റെ സ്വരമായിരുന്നു.
ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. ഇതാ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ആ ദൈവസ്വരത്തിന് ചേർന്ന ജീവിതമായിരുന്നു. നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. കർത്താവേ, നല്ലത് കേൾക്കുവാൻ, നന്മയായത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നല്ലത് കേൾക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സംസാരത്തിൻ്റെ ഇടങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇവിടെ എല്ലാം ആയിരിക്കുമ്പോൾ കർത്താവെ, നല്ലത് കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ നീ ഒരുക്കണമേ. നന്മയായ ജീവിതത്തിന് ഞങ്ങളെ അതുവഴി ഉടമകളാക്കണമേ. പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, യാചനകളെ ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെ, പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ഹോളി ഫയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. മുട്ടിന്മേലായിരുന്ന ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.